എല്ലാ പ്രേക്ഷകർക്കും മിറാക്കിൾ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശുക്രൻ്റെ രാശിമാറ്റത്താൽ ഏറ്റവും കൂടുതൽ നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന കുറച്ച് രാശിക്കാരെക്കുറിച്ചാണ് നാം ഇവിടെ പറയുന്നത്. ശുക്രൻ സമ്പത്ത്, ആകർഷണം, ഐശ്വര്യം, ലൗകിക സുഖങ്ങൾ എല്ലാം നൽകുന്ന ഗ്രഹമാണ്. ശുക്രൻ്റെ രാശിമാറ്റം നിമിഷ നേരം കൊണ്ട് ഒരുവനെ സമ്പന്നനാക്കും. ശുക്രൻ മാർച്ച് 2 മുതൽ മീനൻ രാശിയിലേക്ക് മാറുന്നു. ഈ മാറ്റം വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന കുറച്ച് രാശിക്കാരെ നാം ഇതിൽ പരിചയപ്പെടുത്താം. ഇതിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടുന്ന, സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകുന്ന രാശി ഇടവൻ രാശിയാണ്. കാർത്തിക, രോഹിണി, മകയിരം, അര എന്നീ നക്ഷത്രക്കാരാണ് ഈ രാശിയിൽ വരുന്നത്. ഈ രാശിക്കാരുടെ 11ാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത്. 11ാം ഭാവം എന്നാൽ സർവാഭീഷ്ട സ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ശുക്രൻ്റെ രാശിമാറ്റം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യവും സമ്പത്തും ലഭിക്കാൻ ഇടയാകും. പല സ്രോതസ്സുകളിൽ നിന്ന് ധനം ലഭിക്കും. സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും ധനഭാഗ്യം ഉണ്ടാകാനും സാധ്യതയുണ്ട്. സമ്പാദ്യം വർദ്ധിക്കാനും ഇടയാകും. ജീവിതത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാകും. ധനച്ചിലവുകൾ വർദ്ധിക്കും. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. വിദേശത്ത് ജോലി, പഠനം എന്നിവ സാധ്യമാകും. രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. ശത്രുദോഷം മാറിക്കിട്ടും. രണ്ടാമത്തെ രാശി എന്ന് പറയുന്നത് കർക്കിടകക്കൂറുകാരാണ്. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദം പോയ ആയില്യം ഈ നാളുകാരാണ്. കർക്കിടകക്കൂറിൽ വരുന്ന ഈ നാളുകാർക്ക് ധനപരമായ ഉയർച്ചകൾ ഉണ്ടാകും. കടബാധ്യതകൾ മാറിക്കിട്ടും. ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും. കർമ്മരംഗത്ത് ഉയർച്ചയും അംഗീകാരവും ലഭിക്കും. അപ്രതീക്ഷിത ധനലാഭം ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിക്കും. മൂന്നാമത്തെ രാശി എന്ന് പറയുന്നത് മേടക്കൂറുകാരാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ അര എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരുടെ 10ാം ഭാവത്തിലേക്കാണ് ശുക്രൻ മാറുന്നത്. ഇവരുടെ 10ാം ഭാവം അഥവാ കർമ്മസ്ഥാനത്തേക്കുള്ള ശുക്രൻ്റെ രാശിമാറ്റം തൊഴിൽ മേഖലയിൽ വളരെയധികം പുരോഗതിയും സ്ഥാനക്കയറ്റവും ലഭിക്കുന്നു. ഈ ഭാഗ്യയോഗവും ധനഭാഗ്യയോഗവും വന്നു ചേരുന്നതാണ്. ജാതകത്തിൽ 7.5 ശനി അനുഭവിക്കുന്ന ഈ രാശിക്കാർക്ക് ഇതൊരു വലിയ ആശ്വാസം ആയിരിക്കും. അടുത്തതായി മീനൻ രാശി. ഇതിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകാരാണ്. വ്യാഴത്തിനും ശനിക്കും ശുക്രനും ജാതകത്തിൽ ബലവും ശുഭസ്ഥാനങ്ങളും ഉള്ളതുകൊണ്ട് ഈ രാശിക്കാർക്ക് രാജയോഗപ്രദമായ ഗുണാനുഭവങ്ങളുടെ കാലമാണിത്. വ്യാപാരം വികസിക്കുവാനും ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. കടങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും. വാക്കുകളിൽ മഹാലക്ഷ്മി കുടികൊള്ളുന്നുണ്ട്. നാലാമതായി മകരൻ രാശി. ഉത്രാടം, അര, തിരുവോണം, അവിട്ട എന്നീ നാളുകാരാണ് ഈ രാശിയിൽ വരുന്നത്. അവരുടെ വിജയകരമായ എല്ലാ ദൗത്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും. സമാധാനവും സന്തോഷവും നിറയും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പുതിയ വീട് പുനർനിർമ്മിക്കും. സന്താന സൗഖ്യം ലഭിക്കുന്നു. ലൗകിക സുഖം ഉണ്ടാകുന്നു. സകല തടസ്സങ്ങളും നീങ്ങി സർവകാര്യ വിജയം നേടുന്നു. കുംഭൻ രാശി. ഈ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ അവിട്ടം 2ാം പകുതി, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങളും നേട്ടങ്ങളും നൽകുന്നു. കർമ്മരംഗത്ത് നല്ല ഉന്നതി, തൊഴിൽ രംഗത്ത് ഉന്നതി, നേട്ടങ്ങൾ, അംഗീകാരം എന്നിവയും വന്നു ചേരും. വിദേശയാത്ര, വിദേശത്ത് ജോലി തുടങ്ങിയ നല്ല കാര്യങ്ങൾ സാധ്യമാകും. വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് അവർ ആഗ്രഹിച്ച രീതിയിൽ ഉപരിപഠനം നടത്താൻ കഴിയും. വീട്ടിലെ അന്തരീക്ഷം സന്തോഷകരമാകും. അടുത്ത രാശി കന്നിരാശിയാണ്. ഉത്ര, അത്തം, ചിത്തിര എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്. ഇവരുടെ 7ാം ഭാവത്തിലേക്കാണ് ശുക്രൻ രാശി മാറുന്നത്. കന്നിരാശിക്കാർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ, മാറ്റങ്ങൾ, ഐശ്വര്യങ്ങൾ എന്നിവ വന്നു ചേരും. ഭാഗ്യം ലഭിക്കുന്ന സമയമാണ് കന്നിരാശിക്കാർക്കിത്. മാനസികമായിട്ടുള്ള സുഖവും സമാധാനവും വന്നു ചേരും. വാക്കിന് വിലയുണ്ടാകും.
ഭാഗ്യാനുഭവം വന്നു ചേരും. കടബാധ്യതകൾ പൂർണ്ണമായും തീർന്നു കിട്ടും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ശുക്രമാറ്റം വളരെ നല്ല ഫലങ്ങളാണ് കന്യരാശിക്കാർക്ക് നൽകുന്നത്. പൊതുവെ ഈ 6 രാശിക്കാർക്കും വളരെ നല്ല ഫലങ്ങളും രാജയോഗപ്രദമായ ജീവിതവും ശുക്രൻ്റെ രാശിമാറ്റത്താൽ ഇവർക്ക് ലഭിക്കുന്നു.